നല്ല അടിപൊളിയാ. കാര്യം പറയാം. എടാ നാറി നിന്റെ തലക്ക് ഞാൻ അടിക്കും. അങ്ങനെയല്ല വന്നത്. അടിപൊളിയാണ്, വേറെ ഒരു സീനും ഇല്ല. എല്ലാരും കൊണ്ട് വന്നത് നീയാന്ന് ഇവിടുത്തെ ഏറ്റവും വലിയ ചൊറ. ഞാൻ കാര്യം പറയാം. അനക്ക് നല്ല പണിയായിരുന്നില്ല. നിന്റെ വലിയ പണി നിന്റെ അങ്ങോട്ട് ഉൾക്കൊള്ളാനുള്ള ഒരു ചോയ്സും കൂടി വന്നാൽ ഇവന്റെ റീൽസ് എല്ലാം ഇറങ്ങിയല്ലോ. ഇവന്റെ മറ്റേ ഇതെല്ലാം ഇറങ്ങിയല്ലോ. മറ്റേ 2 ലക്ഷം റുപ്യന്റെ ജോലി കളഞ്ഞിട്ട് തൊപ്പിന്റെ കൂടെ വന്ന് നിൽക്കുന്നു CA എന്നെല്ലാം പറഞ്ഞിട്ട് ഇവന്റെ ഇത് വന്നല്ലേ. ഇവൻ അതെല്ലാം നോക്കി മറ്റേ ഇതെടുക്കല്ലേ, മറ്റെന്താ അതിലെന്തെല്ലോ എടുക്കുന്നുണ്ട് ഇവന്. നമുക്ക് പൈസ നല്ല കാര്യം, നമുക്ക് വൈബിലാന്നെല്ലാം പറഞ്ഞിട്ട് ഇവൻ വലിയ മാസം എടുക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഷമീറ, കുറച്ച് എന്തെല്ലാം പറഞ്ഞാലും മോനെ, ഞാൻ ഇത് കാണുന്ന ഓരോ ഓഡിയൻസിൽ ഓരോരാളോട് ഞാൻ പറയാം, മറ്റേ ജീവിക്കണം സ്നേഹം വേണം അതും വേണമെന്നെല്ലാം പറയുന്ന നന്മ പറയാന്ന് നോക്കണ്ട. ജീവിക്കണമെങ്കിൽ പൈസ വേണം, അത് ഉണ്ടാക്കിക്കോ. അത് ഞാൻ ഒരു കാര്യം പറയല, വൈബും ഇതും പിടിക്കുന്നതെല്ലാം വേറെ, പൈസ വേണം. ഞാൻ കാര്യം പറയല, ഞാൻ ഈ വൈബ് എടുക്കാനും ഇതാക്കാനും നിൽക്കുന്നത് ഞാൻ ഓൾറെഡി എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു വെച്ചിട്ടാണ് ഞാൻ അവിടെ ഇരിക്കുന്നത്. അത് നിങ്ങൾ ഓർക്കണം. അതും വിചാരിച്ചിട്ട് ക്യാനൊന്നും ജോലിയും കളഞ്ഞ് ഇവിടെ വന്ന് തെണ്ടിത്തിരിയാൻ നിൽക്കണ്ട. പൈസ ഇല്ലെങ്കിൽ നീ ഒന്ന് അങ്ങോട്ട് മാറിപ്പോയാ, പൈസ ഇല്ലെങ്കിൽ ഒരു റെസ്പെക്റ്റും ഉണ്ടാവില്ല, ഒരു ഇതും ഉണ്ടാവില്ല. മനസ്സിലായോ? സ്വന്തം കുടുംബത്തിൽ പോലെ. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഒരു ഹോസ്പിറ്റൽ കേസിന്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്കുക. ഞാൻ കൂടുതൽ പറയണ്ടല്ലോ, ഒരു രോഗം വന്നിട്ടുള്ള ആ സിറ്റുവേഷൻ വെച്ചിട്ട് പൈസ ആയിട്ട് മുട്ടിച്ച് നോക്കിയാൽ മതി. അപ്പം മനസ്സിലാവും പൈസന്റെ വില മനസ്സിലാവും. അല്ലാണ്ട് ഈ നന്മയും ഇതും അടിച്ച് നടക്കുന്ന ടീം ഇവരെല്ലാം നൈസായിട്ട് ബാക്ക്ഗ്രൗണ്ടിൽ പൈസ ഉണ്ടാക്കുന്നുണ്ട്, എന്നിട്ട് പുറത്ത് പബ്ലിക്കിൽ വന്നിട്ട് പൈസ ഒന്നുമല്ല സ്നേഹമാണ് ഏറ്റവും വലുത്. ഇങ്ങനെയുള്ള മോനെ അതൊന്നും അല്ല. ഓക്കെ, ഞാൻ കാര്യം പറഞ്ഞില്ല. ഞാൻ പണ്ടത്തെ ഞാനാണെങ്കിൽ അതൊന്നും അധികം ചിന്തിക്കില്ല. ഇപ്പത്തെ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഞാൻ ഒരു കാര്യം പറയാം, ഒരു രീതിയിലും ഞാൻ പൈസ കിട്ടാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ബിസിനസ് ഓപ്പർച്യൂണിറ്റികൾ ഞാൻ കളയലില്ല. എല്ലാ ബിസിനസ്സിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. വിജയിക്കുമെന്ന ഒരു ചെറിയ സാധ്യതയുള്ള എല്ലാ ബിസിനസ്സിലും ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, അത്രയും കാര്യങ്ങൾ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ പരിപാടിയും എല്ലാ ഇതും ഞാൻ എടുക്കുകയാണ്. കാര്യം പറയാലോ, കാര്യം എന്ന് വെച്ചാൽ ചെറിയൊരു ലാഭം. ഞാൻ ഒരു കാര്യം പറയട്ടെ, 10 ലക്ഷം 15 ലക്ഷം ലാഭമുള്ള ബിസിനസ്സുകൾ മാത്രമല്ല ബിസിനസ്. ഓക്കെ, ചെറിയ 10,000 രൂപ ലാഭം കിട്ടുന്ന അല്ലെങ്കിൽ 25,000 രൂപ ലാഭം കിട്ടുന്ന പരിപാടിയാണെങ്കിൽ പോലും ഞാൻ പിടിക്കും. മനസ്സിലാ? കാരണം നമ്മൾ പൈസ ഇത് കളയേണ്ട കാര്യമില്ല. പൈസ വെറുതെ വരുന്ന പൈസ കളയേണ്ട കാര്യമില്ല. നമുക്ക് മുന്നിലുള്ള ഓപ്പർച്യൂണിറ്റികൾ വേസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, അതാണ് ഇപ്പോഴത്തെ എൻ്റെ മൈൻഡ് സെറ്റ്. പിന്നെ സമയം കിട്ടാത്തതുകൊണ്ടാണ്, ഞാൻ കാര്യമല്ല, എൻ്റെ മെയിൻ പ്രശ്നം എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ട് മാത്രം. ഓക്കെ ഓക്കെ വേണ്ട, ഒന്ന് പോയടാ. ഇതെല്ലാം തന്നെ ഇവനെല്ലാം പറയാനുള്ളൂ. മുട്ട വേണ, പുട്ട് വേണ, ചപ്പാത്തിക്ക് എന്താ കറി, ഇതെല്ലാം ഇവന്റെ ഡെയിലി കോൺവെർസേഷൻ. എടാ, ജീവിതത്തിൽ മുന്നോട്ട് കേറാനുള്ള കാര്യങ്ങൾ ചിന്തിക്കടാ. പുതിയ ബിസിനസ് പ്ലാൻസ്, നമ്മളെ ഈ ബിഗ് ബോസിലുള്ള ഇത് പറ, സജഷൻസ് പറ, എന്ത് ചെയ്യണം. പോക്കറ്റിലിട്ട് കൊണ്ടുപോയി കുരുമുളകിട്ട ബീഫാകുന്നുണ്ട്. ശരി പോ. നമ്മളെ ഏഷ്യാനെറ്റിലെ ബിഗ് ബോസ് തുടങ്ങിയിട്ടാകുമ്പോ അതിൽ കയറണം നമ്മൾ ആഗ്രഹിച്ച കുറച്ച് ആൾക്കാരുണ്ടാവില്ല. അതായത് അതിലേക്ക് കയറാൻ പറ്റാത്ത ആൾക്കാരുണ്ടാവില്ലേ? അല്ല, അവരാഗ്രഹത്തിനല്ല. അതായത് നമ്മള് കമന്റ്സിലെല്ലാം കൂടുതലും വരുന്നൊരു സംഭവം ഉണ്ടല്ലോ, അതായത് ബിഗ് ബോസിൽ ഇയാള് വരണമായിരുന്നു, അങ്ങനെ ഒരു സംഭവമില്ലേ? പെരേര വൈൽഡ് കാർഡ്. അതാ ഞാൻ പറയുന്നത്. അതായത് അധികം ബിഗ് ബോസ് തുടങ്ങി കഴിഞ്ഞിട്ട് അവന് ബിഗ് ബോസിൽ ഉണ്ടായ കൊള്ളായിരുന്നു, ഇവൻ ബിഗ് ബോസിൽ ഉണ്ടായ കൊള്ളായിരുന്നു എന്ന് ഉള്ള സംഭവം കേൾക്കുന്നില്ലേ? അങ്ങനെയുള്ള ആൾക്കാരാ നമുക്ക് വൈൽഡ് കാർഡ് ആയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരാം. ഓക്കെ, എങ്ങനെ ഇത് സീൻ പരിപാടി ആയിരിക്കും മോനെ. ഇത് ബിഗ് ബോസിന്റെ റേഞ്ചിന്റെ മുകളിലേക്ക് കൊണ്ടുപോകണം എന്റെ ആഗ്രഹം. അത് നടക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ മോനെ ഇത് നമുക്ക് പ്രോപ്പർ പരിപാടി ആക്കണം മോനെ. കാര്യം പറയാലോ. എങ്ങനെ? ഓ, നല്ല കോമഡി. മൂന്ന് ഹാ വെച്ചിട്ട് 3 പേര് നല്ല കോമഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ 2 പേരെ രാവിലെ ഇവിടെ ഒരു ഷമീറും ഇല്ലെന്നല്ലേ ചോദിക്കുന്നത്. അപ്പൊ മുനുവിന്റെ ആ ഒരു അടിപൊളി കോമഡിക്ക് ഒരു 3 ഹാ വെച്ചിട്ട്, അതിൽ കൂടുതൽ കൊടുക്കരുത്, അതിൽ കുറവ് ആവരുത്. 3 ഹാ വെച്ച് എല്ലാവരും ഒന്ന് ടൈപ്പ് ചെയ്ത മുനുവിന്റെ ഒരു W കോമഡി അടിപൊളി തന്നെ മോനെ. മോനെ സാധനം. ഞാൻ ഒരു കാര്യം പറയട്ടെ, സായിപ്പിനെ ഒന്നും ഒരിക്കലും ഏഷ്യാനെറ്റിലെ ബിഗ് ബോസിലേക്ക് എടുക്കൂല. അവന്റെ വായി തുറന്ന് അങ്ങനെ അപ്പൊ നമുക്കെടുക്കാം. ഞാൻ കാര്യം സായിപ്പിനോട് ഞാൻ പറഞ്ഞ സായിപ്പ് എന്തായാലും വരും മോനെ, എന്തായാലും വരും. Herox, thank you for the 20 rupees. Demon, thank you for the 20. Mr. Khan, thank you for the 40 rupees super chat. മിസ്റ്റർ തഗ്, നീ എൻ്റെ ഇൻസ്റ്റ ഐ ഡി നോക്കട്ടെ. ലാസ്റ്റ് നമുക്ക് സപ്പോർട്ടിങ് കാര്യങ്ങളെല്ലാം സ്ട്രീം റെയ്ഡെല്ലാം ലാസ്റ്റ്. ഓക്കെ, ആദിൽ ബിജു, താങ്ക് യു 0.79 pounds ആണോ അത്? താങ്ക് യു ബ്രോ.
സിൻഡ്രാക്ടർ താങ്ക് ഫോർ 89 rupees സൂപ്പർ ചാറ്റ്. അജയ് താങ്ക് ഫോർ 40. അടുക്കളയിൽ ക്യാമറ സ്ഥിരം കംപ്ലൈന്റ് ആവുന്നോ? അങ്ങനെ ഉണ്ടോ? അതെങ്ങനെ? അങ്ങനെയൊന്നും ആവൂല. അതെനിക്ക് അറിയില്ല കേട്ടോ. ആ പുകയെല്ലാം അടിച്ചിട്ട കോമാളി ഹൗസ് ആവൂലെ? എടാ കോമാളിത്തരം വേണ്ടാന്ന് തോന്നല്ലേ? ആ കോമാളിത്തരം പോട്ടെ, എന്തോ ആവട്ടെ, നമ്മള് എടാ അടിപൊളിയായിരിക്കും. നീയാ നെറ്റും വലിയ കോമാളി. എടാ അലിൻ ജോസ് കിംബോയും പെരേരയും കഴിഞ്ഞ അല്ല മറ്റേ മനോജ് അണ്ണനും കഴിഞ്ഞ പിന്നെ നീയാ. ഒന്ന് പോയടാ. നീ എന്താ പറയുന്നത്? നീ അടുത്ത് വളർന്നു വരുന്ന കോമാളിയാ നീ. അവരുടെ ലിസ്റ്റിലുണ്ട് നീ. പിന്നെ ആ ലിസ്റ്റിൽ നീ ഉണ്ട്, ഉറപ്പായിട്ടുണ്ട്. നമ്മളെ ഗ്യാങ്ങിന് ആ ലിസ്റ്റുമായിട്ട് ബന്ധം ചെറുതായിട്ടെങ്കിലും ബന്ധമുള്ളത് നീ ഉള്ളതുകൊണ്ടാവും. ഇല്ലെങ്കിൽ അങ്ങനെ അവരുമായിട്ട് നമ്മളെ ഒരിക്കലും കമ്പയർ ചെയ്യില്ല. ഇപ്പൊ അങ്ങനത്തെ കമ്പാരിസൺ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നമ്മൾ ഈ ഗ്യാങ് ഒരു കോർപ്പറേറ്റ് ലെവലിലേക്ക് പോകുന്ന തന്നെ ഞാൻ ഉള്ളതുകൊണ്ടാ. ഒരിക്കലും അല്ല.